welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്ന നമ്മുടെ ബനാന ചിപ്സ്, അതുപോലെ തന്നെ ചിപ്സ് കൊണ്ടുള്ള മെഴുക്കുവരട്ടി, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനി ആരെങ്കിലും അത് കാണാനുണ്ടെങ്കിൽ പോയി കാണുക. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതും വാഴയ്ക്ക കൊണ്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. നമ്മുടെ വാഴയ്ക്ക വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് ഇത്. ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു വാഴയ്ക്ക ഫ്രൈ ആണ്. അത് നമ്മൾ വഴുതനങ്ങയൊക്കെ വറുക്കാറില്ലേ, അതുപോലെ കുറച്ച് മാറ്റത്തോടെ ഉണ്ടാക്കുന്ന ഒരു വാഴയ്ക്ക ഫ്രൈ ആണെന്ന് കാണിച്ചു തരുന്നത്. അത് തമിഴ്നാട്ടിലൊക്കെ അവർ പൊങ്കൽ, അതുപോലെ തന്നെ തൈര് സാദം, ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കുന്ന ഒരു ഐറ്റമാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വെറുതെ നമുക്ക് കഴിക്കാം, ഒരു സ്നാക്സ് ആയിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വാഴയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വാഴയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ച ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. ഏത്തക്കായ അല്ലെങ്കിൽ നമ്മുടെ പടറ്റുകായ ഇല്ലേ, അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ 2 ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി രണ്ടറ്റവും ഇങ്ങനെ മുറിച്ചതിന് ശേഷം അതിൻ്റെ തൊലി ഞാൻ ചെത്തിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കട്ടിയിൽ തൊലി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കായ വറുക്കാൻ നേരത്തൊക്കെ വലിച്ചു കളയുന്ന പോലെ വലിച്ചു കളയാം. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചങ്ങ് പച്ച നിറത്തിലെ സ്കിന്നങ്ങ് കളയുന്നതാണ് നല്ലത്. അപ്പം ഞാൻ കുറച്ച് കട്ടിയിലങ്ങ് തൊലി ചെത്തി കളയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള രീതിയിൽ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. കണ്ട, ഈ ഒരു സൈസിൽ വേണം മുറിക്കാനായിട്ട്, അല്ലെങ്കിൽ തീരെ തിന്നായാൽ അത് പൊടിഞ്ഞു പോവും. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഈ വാഴയ്ക്ക ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം. പകുതി വേവാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. ഒരു പകുതി വേവാകുന്നവരെ നമുക്ക് ഈ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ പകുതി വേവിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അല്ലാതെ നമ്മൾ നേരിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പകുതി വേവാകുന്നവരെ ഈ വെള്ളത്തിലിട്ടങ്ങ് തിളപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഉപ്പൊക്കെ നന്നായിട്ട് വേണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരല്പം ഉപ്പ് ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു 1-2 മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ട് പകുതിയോളം നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിയുമ്പോൾ നമുക്കിതങ്ങ് കോരി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതങ്ങ് ഒത്തിരി വെന്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്ന പരുവത്തിൽ തന്നെ ഇത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണം. ഇപ്പം എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂണിനടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് എരിവായിപ്പോവും. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല. ഈ ഗരം മസാല കൂടെ ചേർക്കുമ്പോഴാണ് ഇതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഗരം മസാല കൂടെ ചേർക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി ആ കായയുടെ പീസിലേക്കൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് എണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏതാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മസാലയെല്ലാം അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് 1 സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്നും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഉഴുന്ന് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കണമെന്നില്ല. ഉഴുന്ന് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഉഴുന്നങ്ങ് മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾ വാഴയ്ക്കയെല്ലാം ഇതിനകത്തേക്ക് അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. ഉഴുന്ന് അതിനകത്ത് കിടന്ന് തന്നെ മൂത്ത് വന്നോളും. വാഴയ്ക്ക ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ച് ഉഴുന്നും അതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരും. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ്. ആ ഉഴുന്നും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വാഴയ്ക്കയെല്ലാം നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട്
ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിച്ചെടുക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉഴുന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ ഈ വാഴയ്ക്ക മൊരിയാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഉഴുന്നങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉഴുന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മുടെ വാഴയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തൈര് സാദത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ വെറുതെ സ്നാക്സ് ആയിട്ട് കഴിക്കാനും നല്ലതാണ്. നല്ല ചൂടോടെ തന്നെ ഫ്രൈ ചെയ്ത് അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്